ചെർപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിന്റെ തകർച്ചയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ചും പി മമ്മിക്കുട്ടി MLA-ക്കെതിരെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വിമർശനവും ആക്ഷേപവുമൊക്കെ പലരും നടത്തുന്നുണ്ട്. ഇതിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് MLA. ഇപ്പോൾ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നുവെന്ന് MLA പറയുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കാൻ പറ്റാത്തവരാണ് തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതെന്ന് MLA പറഞ്ഞു. ബാക്കി കേൾക്കാം. ഒറ്റപ്പാലം ചെർപ്പശ്ശേരി റോഡും അതുപോലെ തന്നെ ഷൊർണൂരിൽ ഈ റോഡ് വിഷയം വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിയാൽ MLA-ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് വരുന്നത്. എന്താണ് ഈ വിഷയത്തിൽ ഇത്രയും ഒരു ദൈർഘ്യം നീണ്ടുപോകുന്നത്? ദൈർഘ്യം നീണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. പിന്നീട് ടാർ വലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് ബ്രേക്ക് വന്നത്. ഷൊർണൂർ കുളപ്പള്ളി എന്ന് പറഞ്ഞാൽ അത് എന്നുവെച്ചാൽ ആ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെടുത്ത കരാറുകാരൻ, ആ കരാറുകാരൻ്റെ നടപടിയും നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലിപ്പോൾ റോഡ് ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പ്രയാസം ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ടെൻഡർ അയാൾ വരും. നമ്മൾ വന്നതിന് ശേഷമാണ് അതിൻ്റെ ചരിത്രം മനസ്സിലാക്കി നോക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ എസ്റ്റിമേറ്റ് പ്രകാരം റോഡ് ചെയ്യാൻ പറ്റില്ല. അയാൾ ആദ്യം PM ചെയ്തു തോന്നുന്നു. പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ വന്ന് കുറേ ഭാഗം പൊട്ടി ഒഴിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് എപ്പോൾ ടാറിൻ്റെ വില വീണ്ടും വർദ്ധിച്ചല്ലോ. പക്ഷെ ടാറിൻ്റെ വില വീണ്ടും വർദ്ധിച്ചപ്പോഴും ടാറ് വർദ്ധിച്ച വില കൊടുക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത്. അപ്പം എന്താ വെച്ചാൽ ഇതൊക്കെ വസ്തുതാപരമായിട്ട് നിൽക്കുകയാണ്. ഇപ്പം എന്താ വെച്ചാൽ ഒന്ന് MLA-നെ സംബന്ധിച്ച് നേരത്തെ MLA-നെയും ഗവൺമെൻറ്റിനും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റിനെ പറയില്ല. ഗവൺമെൻറ് വന്ന് 4 മാസമായല്ലോ. ഇതൊക്കെ തന്നെ കയ്യിലിട്ട് തിരുമുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാച്ച ഒരു ദിവസം ഓർഡർ കൊണ്ട് പറഞ്ഞില്ലേ. പക്ഷെ മന്ത്രി പറഞ്ഞല്ലോ, റോഡുണ്ടാവും, കുഴിയുണ്ടാവും, മഴ ചെയ്താൽ വെള്ളം ഉണ്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സാങ്കേതികമായ നടപടികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇന്നലെയും തിരുവനന്തപുരത്ത് പോയി ഞാൻ CE-നെ കണ്ടിരുന്നു. ആ CE ഇവരായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചു. ഇനി അടുത്ത ആഴ്ച അദ്ദേഹം ഇവിടെ വരാറ്. ഇപ്പോൾ പുതിയ CE ആണ് ആൾ. അദ്ദേഹം അവിടെ വന്ന് ഇവരൊക്കെ വിളിച്ചു കൂട്ടി ഈ പ്രശ്നം പ്രായോഗികമായി പരിഹരിക്കാൻ എന്താ മാർഗം എന്നുള്ളതിനെ സംബന്ധിച്ച് സാങ്കേതികമായും ടെക്നിക്കലായുള്ള പ്രശ്നം തന്നെയാണ്. മനസ്സിലായില്ല. റോഡിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും അറിയാത്തതുകൊണ്ടല്ല. അതിനിടയ്ക്ക് കോടതി അതുമായി നടപടി വെച്ചിട്ട് അതിൻ്റെ സ്റ്റേ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വസ്തുതയും സാങ്കേതികമായുള്ള പ്രശ്നങ്ങൾ ആലോചിക്കാതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പം ഇപ്പം തന്നെ ഗവൺമെൻറ് അവരേ ഉള്ളൂ. സമരം നോക്കണ്ട. ഞാൻ പറഞ്ഞ പാട് കുഴിയിൽ നിന്ന് വെള്ളം മുക്കി ഒഴിക്കുന്ന ആളുകൾ ഒന്ന് ഇവിടെ പോയിട്ട് ആ കുഴിയൊക്കെ ഒന്ന് മുക്കി ഒഴിക്കണം വെള്ളം. MLA-മാർ കോൺഗ്രസിൻ്റെ ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ MLA-മാർ UDF-ൻ്റെ MLA-മാരുള്ളടത്തൊക്കെ പോയിട്ട് ഈ കുഴി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആരിപ്പോൾ നമ്മുടെ മറ്റേ ശംസുദ്ദീൻ ഉണ്ടല്ലോ, 15 കൊല്ലമായിട്ട് മണ്ണാർക്കാട് MLA ആളെന്നല്ലേ അല്ലേ? അതിനെന്നാണ് പോയി നോക്കിയാൽ. നിങ്ങളിപ്പോൾ അട്ടപ്പാടിക്കാരൻ അടുത്തങ്ങനെ പോയിരുന്നോ? അതെ. ഞാൻ പറഞ്ഞത് ഇത്ര ഫണ്ടില്ലാത്തതുകൊണ്ട് അത് കാരണം 15 കൊല്ലം ആളെ MLA, ഞാൻ 5 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. ഇതെന്താ വെച്ചാൽ അവരുടെ MLA-മാരുടെ പ്രമാണിത്വം കഴിവുകൊണ്ടാണ് ഇപ്പോൾ അത് നടക്കേണ്ടത്. ഇപ്പോൾ അയാൾ മന്ത്രിയായി വന്നിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ മറ്റേ പരിപാടി കട്ടഴിച്ചിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞ് കുഴിയിൽ പോയി വെള്ളം മുക്കുന്ന കോൺഗ്രസ്സുകാരും INTC-ക്കാരും ഇവരൊക്കെ ഇവർ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോയിട്ട് കുഴിയിലൊക്കെ പോയിട്ട് ഇതൊക്കെ ഒന്ന് മുക്കിയിട്ട് വാർക്കാനുള്ള ഏർപ്പാടാണ്. ആളുകൾക്ക് പ്രയാസമാണ്. മനസ്സിലായില്ലേ? സാങ്കേതികമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെയാണ്. അതിലൊക്കെ തന്നെ മാറ്റം വേണമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും മാറ്റം തന്നെ ഓരോ ഉദ്യോഗസ്ഥനും അവൻ്റെ ജോലിയും അവൻ്റെ പെൻഷനും അതാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള മാർഗം ഇപ്പോൾ അടുത്ത ആഴ്ച CE വരാറിഞ്ഞുണ്ട്. ഇവരൊക്കെ വിളിച്ചു ഇല്ലാച്ചാൽ MLA എന്നുള്ള നിലക്ക് നമ്മൾ അവിടെ പരസ്യമായിട്ട് സത്യാഗ്രഹം വിളിക്കും. ഞാനത് അവരോട് പറഞ്ഞു, നിങ്ങൾ സാങ്കേതികത്വം പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് നാട്ടുകാരുടെ മുമ്പിൽ പോകണ്ടേ. അപ്പം നമ്മളിപ്പോൾ ഒരു സമരമായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ പറയും ഗവൺമെൻറ് മാറിയപ്പോൾ ഉണ്ടാവുന്നതെന്ന്. അതിന് പ്രശ്നം പോണ്ടേ. ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് MLA-യും ഗവൺമെൻറ് ഒരു കൂട്ടരായാൽ നടക്കൂല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് മാറിയല്ലോ. ഇവരൊക്കെ നിവേദനമായിട്ട് പോയിരുന്നു. അവിടെ എല്ലാവർക്കും നിവേദനം കൊടുക്കണ്ടെന്നല്ല. ആ നിവേദനം കൊടുത്തവരെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണമല്ലേ ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ആളുകൾക്ക് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ആളുകൾക്കൊന്നും വലിയ പ്രയാസം തന്നെയാണ്. മോട്ടോർ ബൈക്ക് ഇല്ലാത്തവരില്ല, യാത്ര ചെയ്യാൻ ഈ മഴ പെയ്ത കുഴിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ നൂലാമാലകൾ ഒന്ന് വേർപിടിക്കല്ലാതെ അത് കാര്യങ്ങൾ നടക്കില്ല എന്നർത്ഥം.
മറ്റതിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വർത്തമാനം പറഞ്ഞതിന് വേറെ മാർഗ്ഗമില്ല. റോഡിപ്പോൾ എല്ലാവർക്കും പണ്ട് തന്നെയല്ലേ നേരാവണമെന്ന്. റോഡ് നേരായി എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഇവർ എന്തെങ്കിലും അനുകൂലമായിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അല്ല, റോഡ് ഗംഭീരമായി എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഗംഭീരമായിട്ടുണ്ടല്ലോ. അല്ല, ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും പറയണവരെ റോഡ് കേമമായി, അല്ലെങ്കിൽ ആ പദ്ധതി ജോറായി, അല്ലെങ്കിൽ ആ റോഡ് കേമായി നന്നായി എന്ന് പറഞ്ഞിട്ട് ഇവരാരും എഴുതില്ല. നേരാവാത്തത് എഴുതണ്ട. അപ്പം അവരുടെ എഴുത്ത് നോക്കിയിട്ടില്ല. ജനങ്ങളുടെ പ്രയാസം നന്നായിട്ടുണ്ട്. ആ പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു MLA എന്നുള്ള നിലയ്ക്ക് അതിൽ കഴിവിൻ്റെ പരമാവധി ഇടപെടുന്നുണ്ട്. മനസ്സിലായില്ലേ? Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherpalasheri.